കഞ്ഞിപ്പുര മൂടാൽ ബൈപ്പാസ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ആദവനാട് ഗ്രാമപഞ്ചായത്തിലെ 9-ാം വാർഡിലെ കാർത്തലയിൽ താമസിക്കുന്ന കൊണ്ടംകടവത്ത് വിശ്വനാഥൻ ഗുരുതരമായ പ്രതിസന്ധിയിലായി. റോഡ് നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചതിനു ശേഷമാണ് കുടുംബം കടുത്ത ബുദ്ധിമുട്ട് നേരിടുന്നത്. റോഡിനായി വർഷങ്ങളോളം നാട്ടുകാർ മുറവിളി കൂട്ടിയതിന്റെ ഫലമായി നിർമ്മാണം ആരംഭിച്ചെങ്കിലും ഇപ്പോൾ ആ നിർമ്മാണം തന്നെയാണ് കുടുംബത്തിന് ദൗർഭാഗ്യമായി മാറിയത്. ഒരു ചെറിയ മഴയെത്തുമ്പോഴേ വെള്ളം വീടിന്റെ പരിസരത്തേക്ക് കുത്തിയൊഴുകുകയും കിണറിലേക്ക് മലിനജലം കയറുകയും ചെയ്യുന്നു. ഇതോടെ കുടിവെള്ളം തന്നെ മലിനമായ നിലയിലാണ്. നല്ല റോഡിനായി പ്രതീക്ഷിച്ചപ്പോൾ നല്ല വെള്ളം പോലും കുടിക്കാൻ പറ്റാത്ത അവസ്ഥയായി എന്ന് വിഷാദത്തോടെ വിശ്വനാഥൻ പറയുന്നു. ഞങ്ങൾക്ക് തന്നെ ഇപ്പം ഇവിടെ മഴ പെയ്താൽ ഈ റോട്ടിലുള്ള വെള്ളം എല്ലാം അങ്ങോട്ട് വരും. ഇവിടെ ആകെ അതും കലങ്ങി പിടിച്ചിട്ടുള്ള റോട്ടിലുള്ള എല്ലാ മാലിന്യങ്ങളും ഉണ്ടാവും. കുടിവെള്ളമാണ് ഇവിടെ ഈ ഇറങ്ങണോർത്തി കിണർ. ആ കിണറിൽ മൊത്തം കൊണ്ട് കലങ്ങി മറിഞ്ഞിട്ട് വീഡിയോ വരെ ഇവർക്ക് വിട്ടുകൊടുത്തിരുന്നു, PWDക്കും ഒക്കെ. എന്നിട്ടും ഇതൊക്കെ തന്നെയാണ് പ്രശ്നങ്ങൾ. ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റാത്തൊരു കണ്ടീഷനാണ്. ഞാൻ മാത്രമല്ല, എൻ്റെ കുട്ടികളും ഒക്കെ ഉണ്ട്. അപ്പോൾ കുട്ടികൾക്കും ഒക്കെ ജീവിക്കണ്ടേ. ഇത് വെച്ചിട്ടൊക്കെ പരാതിയും കൊടുത്തിട്ടുണ്ട്, PWDയിൽ കൊടുത്തിട്ടുണ്ട്, കളക്ടർക്ക് കൊടുത്തിട്ടുണ്ട്, RDOൻ്റെ ഇതിൽ പരാതി കൊടുത്തിട്ട് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതുവരെ ആ ഭാഗത്തുനിന്നൊന്നും ഒരു സമ്മർദ്ദം ഉണ്ടായി. ഒരു വിളിച്ച് കൊടുത്താൽ അപ്പോൾ ഒന്ന് വന്ന് നോക്കും, എന്നാൽ ചെയ്യാൻ പറയും. ഇവിടെ ഓവാലത്തിന് വരെ സൗകര്യങ്ങൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതും നമ്മളെ പറമ്പിക്ക് തന്നെയാണ്. എന്നിട്ടും ആ ഡ്രെയിനേജ് ഇട്ടിട്ട് ആ വെള്ളം അതിലെ കൊണ്ടുപോകാന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ലായിരുന്നു. ഇതങ്ങനല്ല. ഇത് ഒന്നല്ലെങ്കിൽ ഒന്ന് ഈ റോഡ് പണി തുടങ്ങിയ അന്ന് മുതലുള്ള പ്രശ്നങ്ങളാണ്. ഈ വീട്ടിലേക്ക് ഈ കിണറും വെള്ളവും ആകെ നാശമാവില്ല. എന്നിട്ട് ഞങ്ങൾ ഇതപ്പോൾ അപ്പുറം റോഡ് മുറിച്ച് അപ്പുറം കടക്കണം. ഞങ്ങൾക്ക് ഏട്ടൻ്റെ വീട്ടിൽ പോയിട്ടൊക്കെ വെള്ളം കൊണ്ടുവരുന്നത്. അങ്ങനത്തെ സിറ്റുവേഷനാണ്. അപ്പോൾ ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം കാട്ടിത്തരുന്ന വേണം. അല്ലെങ്കിൽ എന്താ വെച്ചാൽ ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റാത്തൊരു കണ്ടീഷനാണ്. പ്രശ്നം പഞ്ചായത്ത് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഇതുവരെ കാര്യമായ പരിഹാര നടപടികൾ ഉണ്ടായിട്ടില്ല എന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. റോഡ് ഡ്രെയിനേജ് സംവിധാനം പുനർനിർമ്മിച്ച് മഴവെള്ളം കിണറുകളിലേക്ക് ഒഴുകുന്നത് തടയാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് ഗ്രാമവാസികൾ ആവശ്യപ്പെടുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് PWD ഡിപ്പാർട്ട്മെന്റിനും മലപ്പുറം ജില്ലാ കളക്ടർക്കും പരാതി നൽകിയതായി വിശ്വനാഥൻ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് D4 News. Delhi International School, where every learner is a leader.